നമസ്കാരം. സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് മാധ്യമങ്ങൾ ഒരേ വാർത്ത അടിച്ചിരിക്കുന്നു. രണ്ടുപേരും സവിശേഷമുള്ളവരാണ്. ഒന്ന് മാതൃഭൂമി, സംഘപരിവാറിന്റെ വിടുപണി ചെയ്യുന്നവർ. മറ്റൊന്ന് മീഡിയ വൺ, ജമാഅത്ത് ഇസ്ലാമി എന്ന വർഗീയ സംഘടനയുടെ മൂട് താങ്ങി നടക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ ഓൺ ഉൽപ്പന്നം. ഈ രണ്ട് ചാനലും ഒരേ വാർത്ത, ഒരേ വാചകത്തിലാണെങ്കിലും ചെറിയ മാറ്റങ്ങളും കളർ കോഡും മാത്രമേ വ്യത്യാസമുള്ളൂ. സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം, യുവ നേതാക്കളുടെ പ്രകടനം മോശം, മൗദൂദി ചാനൽ അഡീഷണൽ ആയി ചേർത്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആന മണ്ടത്തരം. എ റഹീമിനെ രാജ്യസഭ എം പി ആക്കിയത് കൊണ്ട് പാർട്ടിക്ക് ഗുണമില്ല. ഇത് മാതൃഭൂമി ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തു. തൊട്ട് പിന്നാലെ മാതൃഭൂമി അല്ലെങ്കിൽ സംഘികൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവരും അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. അപ്പോ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ രണ്ട് വർഗീയ സംഘടനകളെ താങ്ങി നടക്കുന്ന മാപ്രകൾ രണ്ടു പേരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, അവർ ഏറ്റെടുത്ത പദവി നല്ല അന്തസ്സായിട്ടും നല്ല വൃത്തിയായിട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചില യുവജന നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് അധിക്ഷേപിക്കുക, തെരഞ്ഞു പിടിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കുക എന്നത് ഒരു പൊതു ആചാരമായിട്ട് കൊണ്ട് നടക്കുകയാണല്ലോ. അത് ചിലരെ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിൽ PWD മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന PA മുഹമ്മദ് റിയാസിനെതിരെ നിരന്തരം വാർത്തയാണ്. കാര്യം സംഘപരിവാറിനും ജമാഅത്ത് ഇസ്ലാമിക്കും വിധേയപ്പെടുന്നില്ല, അവരെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്, അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നതാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ കയ്യിൽ ഒരു മാധ്യമം എന്ന് പറയുന്ന ഒരു തല്ലിപ്പൊളി സാധനം ഇരിപ്പുണ്ട്, അതെടുത്ത് ഇവരെ കുറിച്ച് ഇല്ലാത്തതുണ്ട് എന്ന് എഴുതി പ്രചരിപ്പിക്കുക. ഇത് ആര്യ രാജേന്ദ്രൻ നേരിടുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഞരമ്പനെ ചോദ്യം ചെയ്താലും ആ ഞരമ്പൻ അതോടുകൂടി ഈ നാട്ടിലെ വിശുദ്ധനായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ആര്യ രാജേന്ദ്രനെതിരെ എത്ര വാർത്തകൾ. അവർക്ക് എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയാൽ വാർത്തയല്ല, പക്ഷെ അവർക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ ഇങ്ങനെ സംഘടിതമായി പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം കാത്തിരിക്കുകയാണ്. അവിടെയും തീർന്നില്ല. PM ആർഷോ SFI സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെയും ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഗംഭീരമായി നിർവഹിക്കുകയാണ്. കാര്യം ക്യാമ്പസുകളിൽ നിന്ന് ഈ വർഗീയ മാലിന്യങ്ങളെ അടിച്ച് പുറത്താക്കാൻ വേണ്ടി SFI ശക്തമായി തന്നെ ഇടപെടുന്നതിനാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ആ സംഘടനയെ നയിക്കുന്ന വ്യക്തിയെ ആക്ഷേപിക്കണം. ആർഷോയും അത് നേരിടുന്നുണ്ട്. രാജ്യസഭാ MPയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടുള്ള A റഹീം MP ആക്കിയതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാര്യം ഇതിന്റെയൊക്കെ മാർക്ക് ഇടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ മാപ്രകൾക്കകത്ത് ഇരിക്കുന്നവന്മാരാണല്ലോ. അവർ സ്വന്തം നിലയ്ക്ക് ഇക്കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാനായിട്ട് കെൽപ്പില്ലാത്തത് കൊണ്ടാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മാതൃഭൂമിയുടെ വാർത്ത വായിച്ചാൽ ഒരാൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ ഒരാൾക്ക് പേര് ഊരുമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പേരുദ്ധരിച്ചുകൊണ്ട് പറയുമെങ്കിലും ഈ ഒരാൾ എന്ന അന്തരീക്ഷത്തിൽ അങ്ങ് പറഞ്ഞാൽ ആരോ ഒരാൾ, പേരും ഊരും വാലും ഒന്നും ഇല്ലാത്ത ഒരാളുടെ പേരിൽ ഈ ആരോപണങ്ങൾ അങ്ങ് പറഞ്ഞാൽ പിന്നെ തെളിയിക്കപ്പെടുന്നില്ലല്ലോ. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു എന്ന നിലയ്ക്കൊക്കെ പറഞ്ഞു വെക്കാൻ പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരുതേണ്ടത് ഈ ജില്ലാ സമ്മേളനത്തിനകത്ത് പ്രതിനിധിയായിട്ട് ആ വാർത്ത എഴുതിയ പിതൃശൂന്യനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ കൂടി ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂത്ത് കോൺഗ്രസുകാരന്മാരും ലീഗുകാരന്മാരും മൂരികളും ഒപ്പം സംഘികളും ചേർന്ന് ചിന്താ ജെറോമിന്റെ ഒരു ചില്ല് കുപ്പിയിൽ വെള്ളം കുടിച്ചപ്പോ അത് ബിയർ കുപ്പിയാണ്, മദ്യക്കുപ്പിയാണെന്ന രീതിയിൽ പ്രചരണം നടത്തിയപ്പോൾ അത് തെറ്റായിരുന്നു എന്ന് ഇവന്മാർ ഏതെങ്കിലും ഒരുത്തൻ പത്രത്തിൽ എഴുതിയോ? വാർത്ത നിങ്ങൾ വായിച്ചോ? ഇല്ല. അതിനെ മൗനം കൊണ്ടങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, അതിന് മൗനം കൊണ്ടങ്ങ് പിന്തുണ കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടാക്കിയെടുത്ത വ്യാജ പ്രചരണം പൊളിഞ്ഞടുങ്ങുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രചരണം നടക്കട്ടെ. കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ശ്രദ്ധേയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയാണല്ലോ ചിന്താ ജെറോം. അവര് സമൂഹത്തിന്റെ മുന്നിൽ ഇത്തരം വ്യാജ കഥകളിലൂടെ അധിക്ഷേപിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ CPMന്റെ ലോങ് ടേം പ്രോജക്റ്റ് എന്ന് ഉറപ്പായിട്ടുള്ള പല ചെറുപ്പ ജനപ്രതിനിധികളും കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവരുടെ പ്രകടനം മോശമാണ്, അവർ വേണ്ടത്ര പെർഫോം ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് മാത്രമാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ബഹുരസമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കൊല്ലം ജില്ലാ സമ്മേളനം പൊതുവെ എന്ത് കാര്യമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്? കൊല്ലം ജില്ലയിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ച്, കൊല്ലം ജില്ലയുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, കൊല്ലം ജില്ലയ്ക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ആ ജില്ലയിലെ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ടത്. തിരുവനന്തപുരം മേയറെ കുറിച്ചാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വേറെ സമ്മേളനമില്ല. തിരുവനന്തപുരത്തിന്റെ കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചോളണം. കാര്യം ഓരോ ജില്ലയെ സംബന്ധിച്ച് കൊല്ലം മേയറെ കുറിച്ചൊക്കെ അവർക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. കാര്യം കൊല്ലത്തുള്ള ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കുറിച്ചും
യാതൊരു അഭിപ്രായവുമില്ല. അവർക്ക് തിരുവനന്തപുരം മേയറെ കുറിച്ചാണ് അഭിപ്രായം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെക്കുറിച്ച് സാമാന്യയുക്തിയില്ലാത്ത, വിവരമില്ലാത്ത ഏതോ ഒരുത്തൻ എഴുതി വെച്ച കഥകളാണിതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അത് സംഘപരിവാറിന്റെ മൂടുതാങ്ങികളായിട്ടുള്ള മാതൃഭൂമിയും ജമാഅത്ത് ഇസ്ലാമിയുടെ പാദസേവകരായിട്ടിരിക്കുന്ന കുറെ മാപ്രകളിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, സംഘപരിവാറുകാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും ഇഷ്ടമില്ലാത്ത ഇടതുപക്ഷ നേതാക്കന്മാരെ കരുതിക്കൂട്ടി കരിവാരി തേക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്ത വ്യാജ കഥയാണതെന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാം.